സന്ദീപേ, ഈ കുഴിമാടം കണ്ടോ? ഈ കുഴിമാടത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താ? ജോർജ് ബാബേജി ഡൈഡ് 10th June 1875, ഏജ്ഡ് 27. ഇതൊരു യൂറോപ്യൻ ആയിട്ടുള്ള ഒരു ആള് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ഈ മനുഷ്യന് നമ്മളുടെ നാടുമായിട്ട്, നമ്മുടെയൊക്കെ ഗ്രാമമായിട്ടുള്ള വെള്ളരിമല ആയിട്ട് ഒരു അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. അപ്പോൾ ഞാൻ ഈ വെള്ളരിമല എന്ന് പറഞ്ഞല്ലോ, നമ്മുടെ നാടിന് എങ്ങനെയാണ് ആ പേര് വന്നത്? ആ കാണുന്ന മലയെ നമ്മൾ വെള്ളരിമല എന്ന് പറയുക. അപ്പോൾ ആ മലയുടെ മുകളിൽ എവിടെയോ, ഈ താഴ്വരകളിൽ എവിടെയൊക്കെയോ സ്വർണ്ണ വെള്ളരി ഉണ്ടാകുമായിരുന്നു അത്രേ പണ്ട് കാലത്ത്. അപ്പോൾ ഈ സ്വർണ്ണ വെള്ളരി തേടിയിട്ട് ഒരുപാട് ഭാഗ്യാന്വേഷികൾ ഈ താഴ്വരയിലേക്ക് ഈ മലമുകളിലൂടെ കലഞ്ഞു തിരിഞ്ഞ് നടന്നു. അതിൽ ചിലർക്കൊക്കെ ഈ സ്വർണ്ണ വെള്ളരി ലഭിച്ചത്രേ. ആ ലഭിച്ച ആളുകൾ മറ്റുള്ളവരോട് വെളിപ്പെടുത്തിയ ആളുകൾക്ക് മാനസിക നില തെറ്റി അവർ ഭ്രാന്തന്മാരെ പോലെ ഇതിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നുവെന്നും, ഈ ലഭിച്ച് ആരോടും പറയാതെ ഗോപ്യമാക്കി വെച്ച ആളുകൾ സത്യസമ്പന്നരായി എന്നാണ് കേൾക്കുന്നത്. ഇങ്ങനെ യൂറോപ്യന്മാരുടെ ചെവിയിലെത്തിയപ്പോൾ യൂറോപ്യന്മാരും ഇത് തിരഞ്ഞു വന്നു. സ്വർണ്ണശേഖരം ഉണ്ട്. അപ്പോൾ നമുക്കറിയാം, നിലമ്പൂരിലെ ഈ പുഴയുടെ കരയിലൂടെയൊക്കെ, നദിയുടെ കരയിലൂടെയൊക്കെ സ്വർണ്ണ മണൽത്തരികൾ ഇവിടെ നിന്ന് ഒഴുകി പോകുന്ന നദികൾ ചാലിയാറിലാണല്ലോ ചേരുക. മണിപ്പുഴയിൽ ചെന്ന് ചേർന്ന് ചാലിയാറിൽ. അപ്പോൾ ഇവിടെ സ്വർണ്ണശേഖരം ഉണ്ടായിരുന്നു എന്നുള്ള നിഗമനത്തിലും ഈ ജോർജ് ബാബേജി അദ്ദേഹത്തിൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവിടെ വന്ന് സ്വർണ്ണ ഖനനത്തിനുള്ള അനുമതി നേടി. അങ്ങനെ അദ്ദേഹത്തിന് ഈ സ്വർണ്ണ ഖനനം നഷ്ടത്തിലായി. ഇവിടെ സ്വർണ്ണമൊന്നും കാര്യമായിട്ട് ലഭിച്ചില്ല. അതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? പക്ഷേ പരാജയപ്പെടാൻ തയ്യാറായില്ല. യൂറോപ്യന്മാരുടെ ഒരു പ്രത്യേകതയാണുള്ളത്, അവർ പരാജയപ്പെടില്ല. അവർ പരിശ്രമിച്ചു. പിന്നെ ഈ തേയിലച്ചെടികൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചു. ലീസിനെടുത്ത ഭൂമി ആയതുകൊണ്ട് അങ്ങനെയാണ് ഇവിടെ ഒരുപാട് ആളുകളുടെ പട്ടിണി അകറ്റിയ ഈ തേയിലത്തോട്ടങ്ങൾ ഇവിടെ ഉണ്ടായത്. അപ്പോൾ ഞാൻ പറയാം, 27ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇത് സാധിച്ചത്. അപ്പോൾ നോക്കി, നിങ്ങൾ ആ താഴ്വരയിലേക്ക് നോക്കി. ഇപ്പോൾ പോക്കുവയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത്ര മനോഹരമാണ്. സൂര്യനിപ്പോൾ വെള്ളരിമലയുടെ മറുകരയിൽ പതുക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോക്കുവയിൽ അവിടെ നിന്ന് ഇങ്ങനെ വലിഞ്ഞു വരും. അതുപോലെയാണ് ഇപ്പോൾ നമ്മളുടെയൊക്കെ ജീവിതം. ഏകദേശം എനിക്കിപ്പോൾ ഒരു 46 വയസ്സ് കഴിയാറായി. 46 വയസ്സ് ഏകദേശമായി. 46 കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഈ 40 കഴിഞ്ഞ ആളുകളുടെ ജീവിതം ഈ പോക്കുവയിൽ പോലെയാണ്. 40 കഴിഞ്ഞ ആളുകളുടെ ജീവിതം എങ്ങനെ? പോക്കുവയിൽ ഈ താഴ്വരകളെ ഒക്കെ അതിൻ്റെ രശ്മികളുടെ, സൂര്യരശ്മികളുടെ, ഈ അവസാനിക്കാൻ പോകുന്ന സൂര്യൻ്റെ രശ്മികൾ ഈ താഴ്വരകളെ, ഈ മലകളെ, ഈ കുന്നുകളെ, ഈ പാടങ്ങളെ ഒക്കെ വളരെ മനോഹരമാക്കും, സ്വർണ്ണ വർണ്ണമാക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തിലേറ്റവും ഈ കാഴ്ച നാളെ കാണാൻ കഴിയില്ലല്ലോ എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ കുറച്ച് കാൽപ്പനികമായി ചിന്തിക്കുന്ന, പ്രകൃതിയെ സ്നേഹിക്കുന്ന ആളുകൾ വിചാരിക്കും, ഭഗവാൻ ഈ കാഴ്ച അവസാനിക്കല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. ഈ കാഴ്ച അവസാനിക്കല്ലേ എന്ന് ചിന്തിക്കും തോറും മലമുകളിലേക്ക് അതിവേഗം സൂര്യൻ ഇറങ്ങി ഇങ്ങനെ പോകും. അതിനനുസരിച്ച് ഈ പുറകിലിങ്ങനെ ഇരുട്ട് വരുമ്പോൾ ഈ പോക്കുവയിൽ ഇങ്ങനെ പോകും. അതിനനുസരിച്ച് പുറകിൽ ഇരുട്ട് പടർന്നു വരും. നമ്മളെ മനസ്സിന് വളരെ ഒരു വിഷമമുണ്ടാവും. സന്തോഷക്കാഴ്ചയാണ് പോക്കുവയിൽ, പക്ഷേ ആ പോക്കുവയിൽ അവസാനിക്കുക. അതുപോലെയാണ് ഈ 40 കഴിഞ്ഞവരുടെ ജീവിതം. ഏകദേശം നമ്മുടെ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാറായി തുടങ്ങി. നമ്മൾക്ക് വളരെ മനോഹരമായിട്ട് ജീവിക്കുന്ന ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണ് ഈ ഒരു ദിവസത്തിൽ ഏറ്റവും മനോഹരമായ ദിവസമാണ് ഈ സായാഹ്നകാല. ഈ പോക്കുവെയിലിൻ്റെ ഒക്കെ സമയം ഏറ്റവും സുന്ദരമായിട്ട് ഭൂമിയെ കാണാൻ പറ്റുന്ന പ്രഭാതവും പിഞ്ചു കുട്ടികളുടെ സമയം ഈ സായങ്കാലത്തെ ഈ പോക്കുവെയിലിൻ്റെ ഇതുമാണ്. അതുപോലെ തന്നെ ഈ ജീവിതം നമ്മളങ്ങനെ അസ്തമിച്ചു. നമ്മൾ ഈ സമയം 40 കഴിഞ്ഞ ഒരു ജീവിതം അവസാനിക്കല്ലേ എന്ന് ആസ്വദിച്ച് തുടങ്ങുമായിരിക്കും. അവൻ്റെ കഷ്ടപ്പാടുകൾ കഴിഞ്ഞ് ജീവിതം അങ്ങനെ ആസ്വദിച്ച് തുടങ്ങുമ്പോൾ അവസാനിക്കല്ലേ എന്ന് കരുതും തോറും ഈ ജീവിതം അവസാനിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് നമ്മളെ ജീവിതം എപ്പോഴും ഈ പോക്കുവെയിൽ പോലെ ആയതുകൊണ്ട് തന്നെ ഈ 40കളിലുള്ള ആളുകളോടും, എൻ്റെ സഹപ്രവർത്തകരോടും, എൻ്റെ സുഹൃത്തുക്കളോടും, എൻ്റെ നാട്ടുകാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താ? അതിമനോഹരമായിട്ട് ജീവിതത്തെ വീക്ഷിക്കാൻ ഈ പോക്കുവെയിലിൻ്റെ കാലത്ത്, ഈ 40കളുടെ കാലഘട്ടത്തിൽ, 50കളുടെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ മനോഹരമായ പോക്കുവെയിൽ പോലെ മനോഹരമാക്കുക നമ്മളെ ജീവിത സായന്തനങ്ങളെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു മനോഹരമായിട്ടുള്ള ഒരു അസ്തമനം നമുക്കുണ്ടാകണം. നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്.